ബഹുമാനപ്പെട്ട അനിൽകുമാർ, ഇന്ത്യയിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളെ, പ്രത്യേകിച്ച് CPIM, അത് ഉയർത്തിപ്പിടിക്കുന്ന മൂല്യാധിഷ്ഠിത അല്ലെങ്കിൽ തത്വാധിഷ്ഠിത രാഷ്ട്രീയം, അല്ലെങ്കിൽ ഇവിടെ ജനങ്ങളുടെ ഇടയിൽ ഉയർത്തിപ്പിടിച്ചിട്ടുള്ള ആ മുദ്രാവാക്യത്തിൻ്റെ അംഗീകാരത്തെക്കുറിച്ച് പറഞ്ഞു. ഞാൻ അതൊന്ന് സൂചിപ്പിച്ചിട്ട് ബാക്കിയുള്ള മറുപടിയിലേക്ക് വരാം. ഈ 35 കൊല്ലം പശ്ചിമ ബംഗാളിൽ ഈ മൂല്യാധിഷ്ഠിത രാഷ്ട്രീയം വെച്ചുകൊണ്ട് CPIMൻ്റെ ഭരണം നടന്നു. 2009 അവിടെ 33-34% വോട്ടും 9 സീറ്റും ഉണ്ടായിരുന്നു. ആ തത്വാധിഷ്ഠിത രാഷ്ട്രീയം ഒന്നുകൂടി ജനങ്ങളിലേക്ക് ആഞ്ഞടിച്ചപ്പോൾ 2014 ആകുമ്പോൾ 29% വോട്ടും 2 സീറ്റുമായി. അത് വന്ന് 19-എത്തുമ്പോൾ 6% സീറ്റും 6% വോട്ടും വട്ടപൂജ്യമായി. ഇതാണ് 35 കൊല്ലം ഈ പാർട്ടി ഭരിച്ച സ്ഥലത്ത് സാമൂഹിക സുരക്ഷിതത്വം ഉറപ്പുവരുത്തിയിട്ട് നടത്തിയിട്ടത് തത്വാധിഷ്ഠിത വിപ്ലവ രാഷ്ട്രീയത്തിൻ്റെ ഫലം. ഒറ്റ കാര്യം കൂടി, ഇതേ വിപ്ലവ രാഷ്ട്രീയമാണ് ത്രിപുരയിലുണ്ടായത്. 2014 അഭിലാഷേ, ഇന്ത്യൻ രാഷ്ട്രീയ ചരിത്രത്തിൽ ഒരു പാർട്ടിക്ക് ഇത്രയും വലിയ അധപ്പതനം വന്നിട്ടുണ്ടെങ്കിൽ 64% വോട്ടായിരുന്നു 2014 ത്രിപുരയിൽ CPMന് 2 MP-മാരും. അത് 19-എത്തുമ്പോൾ 17%മായി. ഇപ്പോൾ സ്ഥാനാർത്ഥിയാകാൻ ആളെ കിട്ടാത്ത അവസ്ഥയാണ് നിയമസഭയിലടക്കം. ഞാൻ സൂചിപ്പിച്ചു വന്നത്, ഈ അവസ്ഥ വരാനുണ്ടായ കാരണം അതിന് വലിയൊരു ഗവേഷണത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇന്നിപ്പം നമ്മളെ തൊട്ട അയൽ സംസ്ഥാനത്ത് മധുരയിലെ CPMൻ്റെ സ്ഥാനാർത്ഥി S. വെങ്കടേശൻ, ആ വെങ്കടേശൻ്റെ സ്ഥാനാർത്ഥിയുടെ അവിടെ ആ മധുരയിൽ ഇറക്കിയ മുഴുവൻ പോസ്റ്ററിൽ ഇത് അദ്ദേഹത്തിൻ്റെ വലതുഭാഗത്ത് രാഹുൽ ഗാന്ധിയാണെന്ന് കൈ ഉയർത്തി നിൽക്കുന്ന ഒന്ന് കാണിക്കും നിങ്ങൾ. എന്നിട്ട് ഇവിടെ വന്നിട്ട് വലിയ വിപ്ലവം പ്രസംഗം. ഇതാണ് നിങ്ങളുടെ തത്വാധിഷ്ഠിത മൂല്യാധിഷ്ഠിത രാഷ്ട്രീയം. അതൊക്കെ പോട്ടെ. ഇനി രണ്ടാമത്തത്, അഭിലാഷ് ഇപ്പം പറഞ്ഞു ആറ്റിങ്ങൽ. തീർച്ചയായിട്ടും ആറ്റിങ്ങലിൽ V. മുരളീധരൻ്റെ ഒരു പോസ്റ്റ്, ഒരു ഫ്ലെക്സിൽ അതിൽ കൃത്യമായിട്ട് ഒരു വിഗ്രഹം കാണുന്നുണ്ട്. ഞങ്ങളും അത് സംബന്ധിച്ചുള്ള പരാതി കൊടുത്തിട്ടുണ്ട്. നിങ്ങളറിയോ ഈ പുലർച്ചയ്ക്ക് ഇത് ആരാണിത് ആറ്റിങ്ങലിൽ വർക്കലയിൽ കൊണ്ടുവച്ചതെന്ന് ഞങ്ങൾക്കും അറിയണം. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ കീഴിലുള്ള പോലീസ് ഒന്ന് അന്വേഷിക്കട്ടെ. അതല്ലല്ലോ അഭിലാഷേ, അത് ഏതെങ്കിലും ഒരു വീഡിയോ പ്രൂഫ് ഒരു BJP-കാരൻ, BJP അനുകൂലി വെക്കുന്നതിൻ്റെ നിങ്ങൾ പുറത്തുവിട്. ഇവിടെ മുഖ്യമന്ത്രി പ്രത്യക്ഷമായി മലപ്പുറത്ത് പോയി ഭീതി പടർത്തുമ്പോൾ സ്വാഭാവികമായിട്ടും അതിനുള്ളൊരു അസ്വസ്ഥതയാണ്. അവരിത് പറയട്ടെ. അവരിത് പറഞ്ഞത് കൊണ്ട് തന്നെയാണ് ഉപ്പിട്ട കലം പോലെ പാർട്ടി ആയിപ്പോയത്. ഞാൻ ചോദിച്ചോട്ടെ, ഈ രാജ്യത്ത് സച്ചാർ കമ്മിറ്റി റിപ്പോർട്ട് കോൺഗ്രസ് നടപ്പിലാക്കിയപ്പോൾ കേരളത്തിൽ പാലോളി കമ്മിറ്റി റിപ്പോർട്ട് വന്നല്ലോ. അഭിലാഷേ, നമ്മളിപ്പോൾ ഇക്വാലിറ്റി ബിഫോർ ലോ, ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോ എന്നൊക്കെ പറയുന്നുണ്ടല്ലോ CAയുടെ കാര്യത്തിൽ. CPIMൻ്റെ നിലപാട് ഞാൻ വായിച്ചു കേൾപ്പിക്കാം. പക്ഷെ എൻ്റെ ചോദ്യം, ഇന്ത്യ രാജ്യത്തെ ന്യൂനപക്ഷ വിഭാഗങ്ങളിൽ അവരിൽപ്പെട്ട സാമൂഹികമായും സാമ്പത്തികമായും പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികളുടെ കണക്കെടുക്കാൻ വേണ്ടി ഉത്തരവിട്ടത് നരേന്ദ്രമോദി സർക്കാരല്ല. ആ സമയത്തും ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനും ആർട്ടിക്കിൾ 14-ഉം 21 ഒക്കെ ഉണ്ടായിരുന്നു. അതിനെ മറികടക്കാൻ കേരളത്തിൽ വന്ന് CPIMൻ്റെ മന്ത്രിസഭ പാലോളി മുഹമ്മദ് കുട്ടിയെ വെച്ചുകൊണ്ടൊരു പാലോളി കമ്മിറ്റി, എന്നിട്ട് കേരളത്തിലെ പാവപ്പെട്ട, ഞാനിപ്പോഴും 100% കേരളത്തിലെ കൊടുക്കണമെന്ന് വാദിക്കുന്ന ആളാ. പക്ഷേ എന്റെ ചോദ്യം, എന്തേ ഈ അനിൽകുമാറിന്റെ പാർട്ടിക്ക് വേണ്ടി ഇപ്പോഴും കേരളത്തിൽ കൊടിപിടിക്കുന്ന, പോസ്റ്റർ ഒട്ടിക്കുന്ന പാവപ്പെട്ട കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മെമ്പർമാരുടെ വീട്ടിൽ ഉടുതുണിക്ക് മറുതുണി ഇല്ലാത്തവരെന്ന് ഉണ്ടായിരുന്നില്ലേ? എന്തുകൊണ്ടേ മതേതരത്വം പറയുന്നവർ എല്ലാ മതത്തിലും പെട്ട പാവപ്പെട്ട വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് കൊടുക്കാൻ അങ്ങനെ ഒരു കമ്മിറ്റിക്ക് ഉത്തരവ് കൊടുത്തില്ല? അതാ ഞാൻ പറഞ്ഞത്, നിങ്ങൾ നല്ല രീതിയിൽ വർഗീയത, ഗാസയിൽ അവിടെ ഇസ്രായേലിന്റെ ആക്രമണം ഉണ്ടാകുമ്പോൾ കേരളത്തിൽ നിങ്ങൾ പ്രതിഷേധം സംഘടിപ്പിക്കും. ഗാസയിൽ എത്ര കേരളീയരുണ്ട്? ഞാൻ നിങ്ങളെ മനുഷ്യത്വപരമായ നടപടിയെ ഞാൻ അംഗീകരിക്കുന്നു. തിരിച്ച് ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾ വലിയ മതേതരത്വമൊക്കെ പറയുമ്പോൾ ഈ കഴിഞ്ഞ ദിവസം 163 പേർ റഷ്യയിൽ മരിച്ചു ഭീകരാക്രമണത്തിൽ. കേരളത്തിലുള്ള ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഒരു രാജ്യമാണ് റഷ്യ. അവിടെ 163 പേരെ ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടപ്പോ എവിടെ പോയി നിങ്ങളുടെ ഗാസയിൽ, കേരളത്തിൽ മുഴുവൻ മുഖ്യമന്ത്രി നടത്തിയിട്ടുള്ള ആ ഐക്യദാർഢ്യത്തിന്റെ റാലികൾ, ഒരു വരി പ്രതിഷേധം കേരളത്തിൽ നിങ്ങൾ നടത്തിയോ? എന്തേ ഇസ്രായേൽ ഗാസയിൽ നടത്തിയ ആക്രമണത്തിൽ പ്രതിഷേധിച്ച മനംനൊന്തം നിങ്ങൾക്ക് റഷ്യയിൽ 163 പേർ മരിച്ചപ്പോൾ ഇല്ലാത്തത്? അതാ അഭിലാഷ് ഞാൻ പറഞ്ഞത്. ഈ സെലക്റ്റീവ് മതേതരത്വത്തെയൊക്കെ തിരിച്ചറിഞ്ഞത് കൊണ്ടാണ് ഈ പാർട്ടി ഇങ്ങനെ ഇന്ത്യ രാജ്യത്തായി പോയിട്ടുള്ളത്. ഈ ഗതികേട് തന്നെയാണ് ഈ പാർട്ടിക്ക് കേരളത്തിൽ വരാൻ വേണ്ടി പോകുന്നത്. നിലനിൽപ്പിന് വേണ്ടി കേരളത്തിലെ മൈനോറിറ്റി വോട്ട്, പക്ഷെ മൈനോറിറ്റി വോട്ട് വളരെ പ്രബുദ്ധരാണ് അവരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഈ പറയുന്ന ഒരു വിഭജനത്തിന്റെ വിത്ത് നടക്കില്ല. കാരണം നിങ്ങൾ ഓരോ തെരഞ്ഞെടുപ്പിലും പറയുന്നത് ഞങ്ങൾ കേൾക്കാറുണ്ട്. ഗുജറാത്തിലെ മുസ്ലിം ഭൂരിപക്ഷ മേഖലയിലെ ഗോദ്രയിൽ 9 മാസം ഗർഭിണിയായിട്ടുള്ള
ഒരു മുസ്ലിം സഹോദരിയുടെ ഗർഭപാത്രത്തിൽ ശൂലം കുത്തി എന്ന് പറഞ്ഞ് ഇപ്പോഴും നിങ്ങൾ മുസ്ലിം ഭൂരിപക്ഷ മേഖലകളിൽ പോയി പ്രസംഗിച്ച് ന്യൂനപക്ഷ വോട്ട് തട്ടിയെടുക്കുന്നു മാത്രമല്ല, കേരളത്തിൽ അഭിമന്യുവിന്റെ കൊലയാളികളായ പോപ്പുലർ ഫ്രണ്ടിനെ സൃഷ്ടിച്ചത് അനിൽകുമാറിനെ പോലെയുള്ള നിങ്ങളുടെയൊക്കെ ഈ പ്രസംഗം കൊണ്ടാ അല്ലേ? അല്ല, അത് കേവല പ്രസംഗം മാത്രമാണോ? ബിൽക്കീസ് ബാനു കേസിൽ സുപ്രീം കോടതിയാണ് പ്രതികളെ വെറുതെ വിട്ടത് തടഞ്ഞ് അവരെ വീണ്ടും ജയിലിലേക്ക് അയച്ചത്. ഗർഭിണിയായിരുന്നു ബിൽക്കീസ് ബാനു, അവരുടെ ഗർഭം കലക്കിയാണ് അവരെ ബലാത്സംഗം ചെയ്തത്. അതൊക്കെ കേവല പ്രസംഗം മാത്രമാണോ? പറയുന്നത് ഈ ധ്രുവീകരണ രാഷ്ട്രീയം നിങ്ങൾ അവസാനിപ്പിച്ചിട്ടില്ലെങ്കിൽ നിങ്ങളുടെ പാർട്ടിയിലെ സാധാരണക്കാർ ഇത് നിങ്ങളെ കൊണ്ട് അവസാനിപ്പിക്കും.